വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ ചർച്ചകൾ LDF സർക്കാരിന്റെ കാലത്ത് നടന്നോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അദാനിയുടെ ഏറ്റവും വലിയ വക്താക്കളായി പ്രവർത്തിച്ചവർ തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിമർശിക്കുന്നത്. അദാനിക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് ഇടതുപക്ഷമാണെന്ന് പ്രചരിപ്പിക്കുന്നതായും CPM സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു. അദാനിയുമായി കരാർ ഉണ്ടാക്കിയത് UDF സർക്കാരാണെന്ന സത്യം നിലനിൽക്കെ LDF സർക്കാരിനെതിരെ ഒരു വിഭാഗം അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുകയാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഇടതുമുന്നണിക്കെതിരെ ഉയർത്തുന്നത്. പദ്ധതിയുടെ 49% ഓഹരികൾ വിൽക്കാനായി സംസ്ഥാന സർക്കാരിൻ്റെ അറിവില്ലാതെ കേന്ദ്രത്തെ സമീപിച്ച നടപടിയുടെ അടിസ്ഥാനം എന്താണെന്ന് മുഖ്യമന്ത്രി VD സതീശനും രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ആർക്കും ആരുമായും ചർച്ച ചെയ്യുന്നതിൽ CPMന് അഭിപ്രായ വ്യത്യാസമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ അദാനിക്ക് 49% ഓഹരികൾ വിൽക്കാനുള്ള അനുമതി നൽകിയതിനെയാണ് ഇടതുപക്ഷം എതിർക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ നടത്തിയ ഡീലിനെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി പറയണം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റം ഇതിനോടകം നടന്നോ എന്ന കാര്യത്തിനകത്ത് മുഖ്യമന്ത്രി വ്യക്തത വരുത്തണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിൽ വലിയ ദുരന്തമാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണം. മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ അവശ്യ സേവനങ്ങൾ ഉറപ്പാക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഷെഗീന ന്യൂസ് ബ്യൂറോ, ദില്ലി.